ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിലെ പ്രധാന സംഭവവികാസങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് എനിക്കറിയാൻ സാധിച്ചത് ഒന്ന് ADN നവീൻ ബാബുവിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ബാലഭാസ്കറുടെ വൈഫ് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ. സോ ഇത് രണ്ട് എക്സ്ക്ലൂസീവ് സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ ഞാൻ നോക്കുമ്പോൾ അതിലും എക്സ്ക്ലൂസീവായിട്ട് ഒരുപക്ഷെ ഈ നവീൻ ബാബുവിന്റെ വിഷയം 1-2 ലക്ഷം പേരായിരിക്കും കാണുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ ബാലഭാസ്കറിന്റെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എക്സ്ക്ലൂസീവാണ്. മനോരമ ന്യൂസിൽ 6 ലക്ഷം അല്ലെങ്കിൽ അങ്ങേറ്റം പോയി 10 ലക്ഷം ഒരുപക്ഷെ കണ്ടേക്കാം, ഒരു പക്ഷേ. എന്നാൽ അതിലും ഏറ്റവും അധികം വൈറലാവാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പ്രവീണിന്റെയും മൃദുലയുടെയും കുഞ്ഞിന്റെ നൂലുകെട്ടിന് അച്ഛനും അമ്മയും കൊച്ചുവും എത്തുമോ എന്നുള്ള ആ ഒരു ചോദ്യം ഒരുപക്ഷെ ഗൂഗിളിൽ തന്നെ ഈ പറഞ്ഞ ചില കണ്ണാപ്പികളടക്കമുള്ള ആളുകൾ സെർച്ച് ചെയ്തു ചോദിക്കുകയാണ്, ഗൂഗിളിനോട് തന്നെ ചോദിക്കുകയാണ്. അതായത് അച്ഛനും അമ്മയും കൊച്ചും ഇവരുടെ നൂലുകെട്ടിന് വരുമോ എന്നുള്ളത് ഗൂഗിളിൽ ഇപ്പം തന്നെ തിരയുകയാണ്. അങ്ങനെയുള്ള സെർച്ച് റിസൾട്ട് അടക്കം നമുക്ക് ഒരുപക്ഷെ തിരഞ്ഞാൽ കിട്ടും. സോ ഏറ്റവും വലിയൊരു ചോദ്യമായി ഇത് മാറുകയാണ്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ പ്രവീണും മൃദുലയുടെയും ചാനലിൽ ആ ഒരു വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ലാസ്റ്റ് വന്ന വീഡിയോയ്ക്ക് 17 ലക്ഷം വ്യൂസാണ്. ഒരുപക്ഷെ ഇവിടെ നൂലുകെട്ടിൻ്റെ വീഡിയോ ഒരുപക്ഷെ 30 ലക്ഷത്തിലധികം വ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രധാനമായും ആൾക്കാർ ഉറ്റുനോക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, അച്ഛനും അമ്മയും കൊച്ചും വരുമോ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പ്രവീണിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ട ആ ഒരു കാഴ്ച, വീട്ടിൽ പോയ സമയത്ത് സാധനങ്ങളൊക്കെ എടുക്കാൻ പോയ സമയത്ത് അവിടെ ഈ പറഞ്ഞ അച്ഛനെയും അമ്മയും കൊച്ചിനെയും ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതെന്താണ് ഇവരോട് പറഞ്ഞിട്ട് ഇവർ മാറി എന്നതായിരിക്കാം. കാരണം ഇവർ ഞങ്ങൾ ഇപ്പോഴും കോൺവെർസേഷൻ ഉണ്ട്, പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി വെച്ചല്ല ഇവർ സംസാരിക്കുന്നത്, പരസ്പരം സംസാരിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, അതായത് ഞങ്ങളെ വെച്ച് നീ ഇനി പൈസ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ വീഡിയോ കാണിക്കാൻ ഒരിക്കലും പ്രവീണും മൃദുലയും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവർ ഒരു പക്ഷേ മാറി എന്നതായിരിക്കാം. ഒരു മിന്നായം പോലെ പോലും അവരെ അവിടെ നിന്നും കാണാൻ സാധിച്ചില്ല. ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ്. എനിവേ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നൂലുകെട്ടിന് അച്ഛനും അമ്മയും കൊച്ചും വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കും. എനിവേ, ഇവരുടെയൊക്കെ വീഡിയോസിലൂടെ ഇത്രയും അധികം ലക്ഷങ്ങൾ കാണുന്ന ഇവരുടെയൊക്കെ വീഡിയോസിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറെ വേദനിപ്പിക്കുന്നത് കണ്ണാപ്പികളുടെ അവസ്ഥയാണ്. കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് ബോക്സിൽ നോക്കുവാണെങ്കിൽ ഫാത്തിമ എന്നുള്ള ഒരു ഐഡിക്ക് 10K കമന്റ് വന്നിരിക്കുന്നു, 10K ലൈക്ക് വന്നിരിക്കുന്നു. നാളെ എക്സാം ആയിട്ടും ഫോണിൽ തോണ്ടി ഇവരുടെ വീഡിയോ കണ്ടിരിക്കുന്നു. ഇതിന് താഴെ 415 റിപ്ലൈ വന്നിട്ടുണ്ട്. മീ ടു, യെസ്, +2 ആണ്, സയൻസ് ആണ്, ഫിസിക്സ് ആണ്, +1 ആണ് എന്നൊക്കെ പറഞ്ഞ് 415 റിപ്ലൈ ആണ് വന്നിരിക്കുന്നത്. ഞാൻ മുൻപും പറഞ്ഞിരുന്നു, ഇവർക്ക് ഏറ്റവും അധികം ഫാൻസ് ഉള്ളത് കണ്ണാപ്പികളാണ്, സ്കൂൾ കുട്ടികളാണ്. അവരാണ് ഇവരുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സോ അത്തരം ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ അച്ഛനും അമ്മയും കൊച്ചുവിനെയും കിച്ചുവിനെയും അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല. അവർ മൃദുലയും പ്രവീണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, മറുഭാഗത്ത് കൊച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർ കൊച്ചുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് പറയാവുന്നില്ല. എന്നാൽ ഇവരുടെ ഫാൻസുകളായ ചില ഏജഡായിട്ടുള്ള കുറച്ചുകൂടെ പക്വതയുള്ള കുടുംബ ബന്ധങ്ങൾക്ക് കുറച്ച് മൂല്യം കൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് അവരാണ് കൂടുതലും ഈ ചോദ്യം ഉന്നയിക്കുന്നത്, കൊച്ചും അമ്മയും അച്ഛനും വരുമോ, അവർ വരാതിരിക്കുന്നത് മോശമല്ലേ, ജീവിതത്തിൽ ആകെ ഒരിക്കലുണ്ടാവുന്ന സംഭവങ്ങളാണ്, ഇതിനെങ്കിലും അവരെ വിളിക്കണമെന്നൊക്കെയുള്ള കമന്റുകൾ വേറെയും വന്നിട്ടുണ്ട്. ചില കണ്ണാപ്പികളുടെ കമന്റുകൾ കാണുമ്പോൾ ഇവനെയൊക്കെ എന്തിനാണ് സ്കൂളിൽ വിടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. നാളത്തെ എക്സാമിന് ഒന്നും പഠിക്കാതെ ഇവരുടെ വീഡിയോ കാണുന്നവരുണ്ടോ? നാളെ മലയാളം എക്സാം ആണ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. നാളെ എനിക്ക് ഫിസിക്സ് ആണ്, വീഡിയോ കാണുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇതിൽ 450ഓളം കമന്റുകൾ വന്നിട്ടുണ്ട്. അതിന്റെ താഴെ ഈ കണ്ണാപ്പികളെ ഉപദേശിക്കാനും കുറച്ച് പേര് വന്നിട്ടുണ്ട്. മോനെ, ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, അവർക്ക് പൈസ കിട്ടും, നീ പോയിരുന്ന് പഠിക്ക്, അല്ലെങ്കിൽ നീ +2 തോക്കും, അനുഭവമാണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കണ്ണാപ്പികൾ ചെവിക്കൊള്ളുന്നില്ല. പരീക്ഷയ്ക്ക് പഠിക്കാതെ നൂലുകെട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണാപ്പികൾ തന്നെയാണ് ഇവിടെ ശക്തി എല്ലെന്നും പറഞ്ഞുകൂടാ. എനിവേ, കണ്ണാപ്പികൾ അവിടെ നിൽക്കട്ടെ, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കുറച്ചുകൂടെ ഒക്കെ പക്വതയാകുമ്പോൾ മാറിയേക്കാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ തോക്കുമ്പം പഠിച്ചോളും. എനിവേ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇവർ ഇത്രയും അധികം ആളുകളെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ്. ചെറുപ്പക്കാരെയും വലിയവരെയും ഒക്കെ ഇവർ സ്വാധീനിക്കുന്നുണ്ട്. സോ ഇവർ കൊടുക്കുന്ന മെസ്സേജ് എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം വീട്ടിൽ പ്രശ്നങ്ങളും അടിയൊക്കെ ഒരുപാടുണ്ടാവും. ഞങ്ങളെ നാട്ടിൽ പോയി ചോദിച്ച സമയത്തും ഈ പറഞ്ഞ പ്രവീണ് പറഞ്ഞാണ് കല്ല് ഈ കൊച്ചുവിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത്. കൊച്ചുവാണ് ഏറ്റവും മിടുക്കൻ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൊച്ചുവാണ്, വണ്ടി ഓടിക്കുന്നത് ഏത് വണ്ടി ഓടിക്കും, എന്ത് കാര്യങ്ങളും ചെയ്യുന്ന ഏറ്റവും മിടുക്കനായ ഒരാളാണ് ഈ കൊച്ചു എന്നാണ് പറഞ്ഞത്. എനിവേ, അനിയനും ചേട്ടനുമായിട്ട് വഴക്കുണ്ടായി, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന വഴക്കുണ്ടായി, ഒക്കെ ശരിയാണ്. ഇവർ ഞങ്ങൾ വേർപിരിഞ്ഞു, വേറെ വീടെടുത്ത് താമസിച്ചു, ഒക്കെ നല്ല കാര്യം തന്നെയാണ്. ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സീനാവും, വഴക്കുണ്ടാവും. കല്യാണം കഴിച്ചതിന് ശേഷം ഒരുമിച്ച് താമസിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേന് എന്തായാലും വഴക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വൈഫിന്റെ പൊസസീവ്നെസ്, വൈഫിന് പ്രൈവസി കിട്ടത്തില്ല, അവരുടേതായ ലോകത്ത് ജീവിക്കാൻ സാധിക്കത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രണ്ട് വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയം വരത്തില്ല, ഒരു അടി ഉണ്ടാകത്തില്ല. 100% ഞാനത് എഗ്രിയാണ്.
പക്ഷേ ഇവിടെ വിഷയം വരുന്നത് അങ്ങനെ താമസിക്കുമ്പോൾ ഈ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ, അതായത് അടി ഉണ്ടാവാത്ത വീടുകളില്ല, ആ ഒരു വിഷയത്തിന്റെ പേരിൽ ഈ പറഞ്ഞ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങൾ, ഈ കൊച്ചിന്റെ നൂലുകെട്ട് എന്നൊക്കെ പറയുന്നത് ഒരിക്കലുണ്ടാവുന്നതാണ്. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മാത്രം ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾ എന്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം അച്ഛനെയും അമ്മയും അനിയനെയും അല്ലെങ്കിൽ അമ്മയെ അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും വിളിച്ച് ആ ഒരു മുഹൂർത്തത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതൊരു തെറ്റായ മെസ്സേജാണ് പ്രവീണും മൃദുലയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീഡിയോസ് കാണുന്ന ഇത്രയും മതി യങ് ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ലക്ഷങ്ങൾ വരുന്ന ഈ പറഞ്ഞ സ്റ്റുഡൻസ് അടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഓൾറെഡി ഈ വളർന്നു വരുന്ന കണ്ണാപ്പികൾക്ക് യാതൊരു കുടുംബ ബന്ധങ്ങളും മാനുഷിക മൂല്യങ്ങളും ഉള്ള കണ്ണാപ്പികളല്ല. വിരലിൽ എണ്ണാവുന്ന ആൾക്കാരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കൂടുതലും സൈക്കോളൊക്കെയാണ് ഈ വളർന്നു വരുന്ന കൂടുതൽ ആൾക്കാരും. അത്തരക്കാർക്ക് നിങ്ങളിപ്പോൾ ഉള്ളവർ കൊടുക്കുന്ന ഈ മെസ്സേജുകൾ, ഇതെല്ലാം യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. അത്തരം ആളുകൾ കൊടുക്കുന്ന മെസ്സേജുകൾ ഒരിക്കലും നന്നല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും അധികം ആൾക്കാരെ സ്വാധീനിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എനിക്കൊന്ന് എത്ര പണക്കമായിട്ട് ഇരുന്നാലും ഈ പ്രവീണ് വിളിക്കുവാണെങ്കിൽ പ്രവീണിന്റെ അമ്മയെങ്കിലും അറ്റ്ലീസ്റ്റ് നൂലുകെട്ടിന് വരും. വന്നോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, ഇവരുടെ വീഡിയോ കാണുമ്പോഴറിയാം. അറ്റ് പ്രസന്റ് വരില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏറെ ദൗർഭാഗ്യകരം. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും റോങ്, ഏറ്റവും തെറ്റായ മെസ്സേജ് തന്നെയാണത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വഴക്ക് കൊണ്ടും പണക്കം കൊണ്ടും ഒന്നും നേടുന്നില്ല. സീറോ ബെനിഫിറ്റേ ഇല്ലാത്തൊരു കാര്യമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളത് മനസ്സിലാക്കുക. കാരണം ഇതുകൊണ്ടൊന്നും നേടിയില്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കും. ഇനി ഇത്രയും അധികം ആളുകൾ കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം, ഒരുപക്ഷെ 30-35 ലക്ഷം പേര് കാണാൻ സാധ്യതയുണ്ട്. ആ ഒരു മുഹൂർത്തം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഒരുപക്ഷെ വീഡിയോ ആയി വന്നേക്കാം. പല കണ്ണാപ്പികളും പരീക്ഷയ്ക്ക് പോയിട്ടില്ലെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ചില കണ്ണാപ്പികൾ പരീക്ഷയ്ക്ക് പോയവർ മുഴുവൻ എഴുതാതെ എണീറ്റ് ഓടിയെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ വീഡിയോ വന്നിട്ടുണ്ടോ എന്നറിയാം. ചില കണ്ണാപ്പികൾ കള്ളമടിച്ച് പനിയാന്നും പറഞ്ഞ് വീട്ടിൽ കിടക്കുന്നുണ്ട് വീഡിയോ കാണാൻ വേണ്ടി. എനിവേ മുറുവിന്റെയും മൃദുലയുടെയും ഈ നൂലുകെട്ട് കാണുന്നതോടുകൂടി ഏറെക്കുറെ കണ്ണാപ്പികൾക്ക് ആശ്വാസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.